ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. എന്താണ് വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലും അതുപോലെ ആമസോണിലും നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു 3 ലാപ്ടോപ്പ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത് നമ്മുടെ FPS മല്ലു എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണിത്. നമ്മൾ ഇന്ന് നോക്കുന്ന ലാപ്ടോപ്പുകളെല്ലാം അറൗണ്ട് ഒരു 45,000 റുപ്പീസ് തൊട്ട് നമുക്കൊരു 67,000 അല്ലെങ്കിൽ 66,5K റേഞ്ചിൽ വരുന്നതാണ്. ഒരു നോർമൽ ബിഗിനറിന് യൂസ് ചെയ്യാൻ പറ്റിയതും ലൈക്ക് ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓടുന്ന, അതായത് നമുക്കിപ്പോൾ എഡിറ്റിങ്ങും അതുപോലെ ബ്ലെൻഡറൊക്കെ യൂസ് ചെയ്യുന്നവർക്കും ഗ്രാഫിക് ഡിസൈനിങ് അങ്ങനെയുള്ള കോഴ്സൊക്കെ ചെയ്യുന്നവർക്ക് സ്റ്റാർട്ടിങ്ങിൽ മേടിക്കാൻ പറ്റിയ കുറച്ച് ലാപ്ടോപ്പാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ ആമസോണിൽ ലെനോവോ ഐഡിയ പാഡ് ഗെയിമിംഗ് 3 ആണ്. ഈ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറൗണ്ട് ഏകദേശം ഒരു 44,990 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വരുന്ന പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ നമ്മുടെ AMD Ryzen 5 5500H ആണ്. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു റൈസൺ യൂസറാണ്. ഇപ്പോൾ ഒരു 1.5 വർഷമായി ഞാൻ റൈസൺ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇതുവരെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും റൈസൺ പ്രൊസസ്സറിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. അത് കാരണം ഞാൻ ഇതിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ എഡിറ്റിങ്ങും അതുപോലെ എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമുകളെയും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഈ ഡിസ്പ്ലേ വരുന്നത് നമ്മുടെ ഈ ഡിസ്പ്ലേ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 നിറ്റ്സിൻ്റെ IPS പാനലാണ്. അതുപോലെ 44 ഹെഡ്സ് റിഫ്രഷിംഗ് റേറ്റും തരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഇരിക്കണ മോണിറ്റർ ആണെങ്കിൽ തന്നെ എനിക്ക് 44 ഹെഡ്സിൻ്റെ മോണിറ്ററാണ്. ആ മോണിറ്ററിൻ്റെ അതേപോലത്തെ ഒരു ഫീച്ചറാണ് നമ്മുടെ ഈ ലാപ്ടോപ്പിൽ വന്നിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ സ്റ്റോറേജ് ആണ്. 8GB റാമും അതുപോലെ 512GB നമുക്ക് ഇന്റേണൽ SSD സ്റ്റോറേജും കിട്ടുന്നുണ്ട്. ഗ്രാഫിക്സ് കാർഡ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2050യുടെ 4GB ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഇതിന് ഈ ഒരു റേറ്റിൽ, അതായത് ഈ 44,990 രൂപക്ക് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് അത്യാവശ്യം വർത്തിയാണ്. അതായത് ഇപ്പോൾ ഉള്ള ഓഫറിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഉടനെ ഒരു ലാപ്ടോപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ലാപ്ടോപ്പ് എടുക്കാനായിട്ട് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യും. നമുക്കൊരു 3 മന്ത്സിൻ്റെ എക്സ്ബോക്സ് ഗെയിം പാസ് കിട്ടുന്നുണ്ട്. ലാപ്ടോപ്പിന്റെ കളർ വരുന്ന ഷാഡോ ബ്ലാക്ക് ആണ്. അറൗണ്ട് ഒരു 2.32 kg ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. രണ്ടാമത്തേലോട്ട് പോകാം. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിലാണ് വന്നിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ MSIയുടെ സൈബോർഗ് ആണ്. സൈബോർഗ് 15. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റലിന്റെ പ്രൊസസ്സറാണ് വരുന്നത്. ഇന്റൽ കോർ i5 ആണ് 12th ജെൻ. സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 60GB റാമും അതുപോലെ 512GB SSD ആണ് വന്നിരിക്കുന്നത്. വിൻഡോസ് 11 ഉണ്ട്. നമ്മുടെ 4GB ഗ്രാഫിക്സ് കാർഡാണ് NVIDIAയുടെ 2050. അതായത് നമ്മുടെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ലെനോവോ ഐഡിയ പാഡ് ഗെയിമിങ്ങിനേക്കാളും കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ്. പക്ഷെ നമുക്ക് ഇതിൽ വരുന്ന പ്രൊസസ്സർ മാറി. പ്രൊസസ്സർ നമുക്ക് ഇന്റലിന്റെ ആണ് പ്രൊസസ്സർ വരുന്നത്. അതുപോലെ ഇതിന്റെ സ്റ്റോറേജിന്റെ ഇവിടെ പിന്നെ നമ്മുടെ റാമിന്റെ ഇവിടെ ഒരു വ്യത്യാസം വന്നേക്കുന്നത് 16GB ആണ്. ഇത് ആദ്യം കാണിച്ച 8GB ആണ്. ലെനോവോ ഐഡിയൽ പാഡിൽ വന്ന സെയിം ഗ്രാഫിക്സ് കാർഡാണ് ഇതിനകത്തും വരുന്നത്. അറൗണ്ട് ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് 2 kg താഴെ വരുന്നുള്ളൂ. അതായത് 1.98 kg ആണ് വെയിറ്റ് വരുന്നത്. പ്രൈസ് വരുന്നത് അറൗണ്ട് ഒരു 54,990 ആണ്. നിങ്ങൾക്ക് ഇവിടെ അഡീഷണൽ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പഴയ നമ്മുടെ ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്താൽ കുറച്ചുകൂടി റേറ്റ് കുറച്ച് കിട്ടും. ഇതും അത്യാവശ്യം നല്ലൊരു ലാപ്ടോപ്പാണ്. പിന്നെ നമ്മൾ മൂന്നാമത് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെനോവോയുടെ തന്നെ LOQ 12th ജെൻ ആണ്. ഇതിനകത്തും വരുന്നത് ഇന്റലിന്റെ i5 ആണ്. പിന്നെ നോക്കാനുള്ളത് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് 144 ഹെഡ്സ് ആണ്, 300 ഹെഡ്സ് ആണ് അതിന്റെ IPS പാനല്. പിന്നെ വരുന്നത് 16GB ആണ്, 512GB SSD. പിന്നെ ഇതിനകത്ത് വരുന്ന ഗ്രാഫിക്സ് കാർഡാണ് അടുത്ത ഒരു വലിയൊരു കാര്യം. ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3050 ആണ്. RTX 3050 6GB ഗ്രാഫിക്സ് കാർഡാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 66,490 ആണ്. 66,490 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നിങ്ങളൊരു ബ്ലെൻഡർ അതേപോലെ ഗ്രാഫിക്സ് ഡിസൈനിങ് അങ്ങനെയുള്ള സംഭവമൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇതെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നിങ്ങൾക്ക് മുടക്കാൻ ഇത്ര പൈസ ഉണ്ടെങ്കിൽ. നേരെ മറിച്ച് നിങ്ങളൊരു ഗെയിമിംഗ് ചോയ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, നിങ്ങളൊരു ബിഗിനർ അല്ലെങ്കിൽ നിങ്ങൾ വലിയ എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും എനിക്ക് അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കണമെന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ 44,999ന്റെ ഈ ലെനോവോ ഐഡിയൽ പാഡ് എടുക്കാനും ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഇതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രാഫിക്സ് കാർഡ് വന്നിട്ടുണ്ട് 4GB. പിന്നെ എനിക്കും അതുപോലെ എൻ്റെ
ഗെയിമിംഗ് സർക്കിളിലുള്ള ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് തമ്മിൽ ആലോചിച്ചിട്ട് കണ്ടുപിടിച്ചതാണ് ഈ 3 ലാപ്ടോപ്പ് ഇപ്പോൾ ഉള്ള പ്രൈസിൽ എടുക്കാൻ പറ്റിയ ബെറ്റർ ഓപ്ഷൻ. എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഏറ്റവും പേഴ്സണൽ ചോയ്സിൽ വാല്യൂ ഫോർ മണി എന്ന് തോന്നിയത് ഈ 44,990 രൂപയുടെ ലാപ്ടോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഗെയിമിങ്ങും അതുപോലെ ചെറുതായിട്ടൊന്ന് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ ചെറുതായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റിയൊരു ചെറിയൊരു ലാപ്ടോപ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓടിക്കാൻ പറ്റിയ ഒരു ലാപ്ടോപ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതെടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അതായത് ലെനോവോ ഐഡിയാപാഡ് ഗെയിമിംഗ്. പിന്നെ MSIയുടെ ലാപ്ടോപ്പും അത്യാവശ്യം നല്ലൊരു ലാപ്ടോപ്പാണ്. അതുപോലെ തന്നെ ഈ LOQ 12th Gen വളരെ നല്ലൊരു ഇതാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫോർ നൗ, ബൈ ബൈ.